അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു വഴിത്തിരിവിലേക്ക് തിരിക്കുകയാണ്. പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാം നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറിച്ചാണെന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പഴയ അമേരിക്കയല്ല ഇന്നത്തെ അമേരിക്ക എന്നതാണ് വാസ്തവം. ജോ ബൈഡൻ ഭരണകാലത്ത് സമാധാന ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മുൻഗണന നൽകിയപ്പോൾ യുദ്ധസാമഗ്രികളുടെ ഉൽപാദനത്തിലും ശേഖരണത്തിലും വന്ന വലിയ കുറവ് ഇപ്പോൾ അമേരിക്കയെ വേട്ടയാടുകയാണ്. മതിയായ മുന്നൊരുക്കങ്ങളില്ലാതെ ഇറാൻ അധിനിവേശത്തിന് തുനിഞ്ഞിറങ്ങിയ ട്രംപ് ഭരണകൂടം വലിയൊരു പ്രതിസന്ധിയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഇസ്രായേലിനെ സഹായിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നിയന്ത്രണവും അമേരിക്കയുടെ തലയിലായിരിക്കുകയാണ്. പെന്റഗണിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ പക്കൽ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ള ആയുധങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇറാനുമായുള്ള ഈ സംഘർഷം 10 ദിവസം കൂടി നീണ്ടുനിന്നാൽ അമേരിക്കയുടെ മിസൈൽ ശേഖരം അപകടകരമായ രീതിയിൽ കുറയും. പ്രത്യേകിച്ച് JDA കിറ്റുകൾ, SM-3 മിസൈലുകൾ എന്നിവയുടെ കുറവ് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രതിരോധ നീക്കങ്ങളെ സാരമായി ബാധിക്കുമെന്നുറപ്പാണ്. ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകൾ പുറത്തുവരുന്നത്. ഇറാൻ പ്രതിമാസം 100-ലധികം മിസൈലുകൾ നിർമ്മിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വെറും 6-7 ഇന്റർസെപ്റ്ററുകൾ മാത്രമേ പ്രതിമാസം നിർമ്മിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോം വഴി തങ്ങൾക്ക് അനന്തമായ ആയുധ ശേഖരമുണ്ടെന്നും എന്നേക്കും യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്നും അവകാശപ്പെടുമ്പോഴും വസ്തുതകൾ അതിന് വിരുദ്ധമാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ആയുധങ്ങൾ മാത്രമല്ല, യുദ്ധം വരുത്തിവെക്കുന്ന സാമ്പത്തിക ആഘാതവും അമേരിക്കയെ തളർത്തുന്നുണ്ട്. ആദ്യ 24 മണിക്കൂറിൽ മാത്രം ഏകദേശം 6,900 കോടി രൂപയാണ് അമേരിക്ക ചെലവഴിച്ചത്. ഈ രീതിയിൽ 5 ആഴ്ച കൂടി യുദ്ധം നീണ്ടുപോയാൽ അത് ഏകദേശം 18.87 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാകും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുക എന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേൽ, യുക്രൈൻ തുടങ്ങിയ സഖ്യകക്ഷികൾക്ക് വലിയ തോതിൽ ആയുധങ്ങൾ നൽകിയതും കഴിഞ്ഞ വർഷത്തെ പോരാട്ടങ്ങളിൽ THAAD ഇന്റർസെപ്റ്ററുകളുടെ 25% ഉപയോഗിച്ചതും അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഇറാൻ നേതാക്കളെ പുറത്താക്കാൻ ട്രംപ് ഉത്തരവിട്ട സൈനിക നീക്കം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ആയുധ ദൗർലഭ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതിന് പ്രതികാരമായി ഇറാഖ്, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ആഘാതമുണ്ടായത് ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയാണ്. അവിടെ ഉണ്ടായ സ്ഫോടനവും തീപിടുത്തവും അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഖമേനിയെ ഇല്ലാതാക്കിയാൽ ഇറാൻ മുട്ടുമടക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചതെങ്കിലും അത് നടന്നില്ല എന്ന് മാത്രമല്ല, ആ വൈരാഗ്യം പ്രതികാരമാക്കി മാറ്റി ഇറാൻ മിസൈൽ തീമഴ പെയ്യിക്കുകയാണ് ചെയ്യുന്നത്. 5 ദിവസം കൊണ്ട് ഇറാനെ പൂട്ടിക്കെട്ടാം എന്ന അമേരിക്കയുടെ അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സഹായത്തോടെ ഇറാൻ ശക്തമായ പ്രതിരോധം തീർക്കുന്നു. ആയുധങ്ങൾ തീരുന്ന സാഹചര്യത്തിൽ 10 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ സൈന്യത്തെ തിരിച്ചു വിളിക്കണമെന്ന കർശന നിർദ്ദേശമാണ് പെന്റഗൺ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ മിസൈൽ ശേഖരം ഇനി 6 ദിവസത്തേക്ക് കൂടി മാത്രം തികയുന്ന അവസ്ഥയിൽ യുദ്ധരംഗത്ത് വലിയൊരു പിന്മാറ്റത്തിന് അമേരിക്ക നിർബന്ധിതരാവുകയാണ്.